1963 ജൂൺ 9 അമേരിക്കയിലെ കെൻഡക്കിയിലാണ് ജോണി ഡെപ്പ് അഥവാ ജോൺ ക്രിസ്റ്റഫർ ഡെപ്പ് ജനിച്ചത്. അമ്മൂമ്മയും അപ്പൂപ്പനുമായിരുന്നു കുട്ടിക്കാലത്തെ കൊച്ചു ജോണിയുടെ കളിക്കൂട്ടുകാർ. അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തിരുന്ന ഫെയറി ടെയിൽസ് കേട്ടാണ് ജോണി വളർന്നത്. സന്തോഷകരമായി ജീവിതം മുമ്പോട്ട് പോകവേ തന്റെ 7-ാം വയസ്സിൽ അമ്മൂമ്മയും അപ്പൂപ്പനും അവനോട്ട് യാത്രയായി. അച്ഛൻ ജോണും അമ്മ ബെറ്റിയും സഹോദരങ്ങളും അടങ്ങുന്ന അവരുടെ കുടുംബം 1970 ഫ്ലോറിഡയിലേക്ക് താമസം മാറി. അത്ര സുഖകരമല്ലാത്ത ജീവിത സാഹചര്യമായിരുന്നു അവർ അവിടെ നേരിട്ടത്. താമസിക്കാൻ സ്വന്തമായി വീടില്ലാതിരുന്നതിനാൽ പല സ്ഥലങ്ങളിലായി വാടക വീടുകളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നത് കൊച്ചു ജോണിയുടെ പഠനത്തെ സാരമായി ബാധിച്ചിരുന്നു. പഠനത്തിൽ പിന്നോക്കമായിരുന്ന സമയത്ത് ജോണി പതിയെ തന്റെ അമ്മാവന്റെ സംഗീത ട്രൂപ്പിന്റെ ഭാഗമായി മാറി. സ്റ്റേജിലെ അമ്മാവന്റെ പ്രകടനവും പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന രീതിയുമെല്ലാം ജോണിയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. സംഗീതത്തിന്റെ മാസ്മര ശക്തി തിരിച്ചറിഞ്ഞ ജോണി ഒന്ന് മനസ്സിലുറപ്പിച്ചു: തനിക്കും വലിയൊരു മ്യൂസീഷ്യൻ ആവണം, തന്റേതായ ഒരു സംഗീത സാമ്രാജ്യം പിടിച്ചിറങ്ങണം. അങ്ങനെ തന്റെ 12-ാം വയസ്സിൽ അമ്മയുടെ പിന്നാലെ നടന്ന് അവനൊരു ഇലക്ട്രിക് ഗിറ്റാർ സ്വന്തമാക്കി. പിന്നീട് ഒരു വർഷം സംഗീത പരിശീലനത്തിൽ മുഴുകി. ചേട്ടൻ ഡാനിയൽ ഡെപ്പിന്റെ റോക്ക് മ്യൂസിക് ഭ്രമം ജോണിക്ക് പിന്തുണയേകിയിരുന്നു. അങ്ങനെ തന്റെ 13-ാം വയസ്സിൽ ഫ്ലെയിം എന്ന പേരിൽ സ്വന്തമായി റോക്ക് മ്യൂസിക് ട്രൂപ്പ് രൂപീകരിച്ചു. ജീവിതം രസകരമായി മാറിയിരുന്ന വേളയിൽ 15-ാം വയസ്സിൽ തന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. അത് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. പിന്നീട് അമ്മയുടെയും രണ്ടാനച്ഛൻ റോബർട്ട് പാമറിന്റെയും ഒപ്പമായിരുന്നു ജോണി താമസിച്ചത്. 16-ാം വയസ്സിൽ മിറാമർ ഹൈസ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം 1979 അദ്ദേഹം ഒരു റോക്ക് മ്യൂസീഷ്യൻ ആയി മാറി. ആഴ്ചകൾക്ക് ശേഷം പഠനം തുടരുവാൻ സ്കൂളിൽ എത്തിയിരുന്നെങ്കിലും നീ നിന്റെ സ്വപ്നത്തെ പിന്തുടരൂ, വലിയൊരു മ്യൂസീഷ്യനായി മാറും എന്ന വലിയൊരു സന്ദേശത്തോടു കൂടി ജോണിയെ തിരിച്ചയക്കുകയാണ് അന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ചെയ്തത്. അങ്ങനെ 1980 ദ കിഡ്സ് എന്ന പേരിൽ രൂപീകരിച്ച മ്യൂസിക് ബാൻഡ് ആദ്യം സക്സസ് ആയിരുന്നെങ്കിലും കാലക്രമേണ നഷ്ടത്തിലായി. 1983 തന്റെ ആദ്യ വിവാഹം കഴിയുകയും ശേഷം 84 ബാൻഡിലെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറുതും വലുതുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ബാൻഡിന്റെ പതനത്തിന് കാരണമായി. ചേട്ടൻ ഡാനിയൽ ഒരിക്കൽ ജോണിക്ക് വായിക്കാൻ നൽകിയ ഓൺ ദ റോഡ്സ് എന്ന പുസ്തകമാണ് യഥാർത്ഥത്തിൽ ജോണിയുടെ ജീവിതം മാറ്റിമറിച്ചത്. ജാക്ക് കെരുവാക്ക് എഴുതിയ ഈ പുസ്തകം ജോണിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു. തുടർന്ന് പുസ്തകങ്ങൾ വായിക്കാനും അത് കാരണമായി. ജീവിതത്തിന് ലക്ഷ്യം വേണമെന്നും അതിന് അച്ചടക്കത്തോടു കൂടിയുള്ള കഠിനപ്രയത്നം ആവശ്യമാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. ട്രൂപ്പിൽ നിന്ന് പിരിഞ്ഞ ശേഷം ജീവിത ചെലവിനായി പല ജോലികൾ ചെയ്യവേ ഒരു പെട്രോൾ ബങ്കിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് ജോണി ഹോളിവുഡ് ആക്ടർ നിക്കോളാസ് കേജിനെ പരിചയപ്പെടുന്നത്. നല്ല സുഹൃത്തുക്കളായി തുടരവേ ഒരിക്കൽ കേജ് ജോണിയോട് ചോദിച്ചു: താങ്കൾക്ക് എന്തുകൊണ്ട് സിനിമയിൽ കൈ നോക്കിക്കൂടാ? ജോണിന് അഭിനയത്തിലൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും നിക്കോളാസ് കേജ് അദ്ദേഹത്തെ നിർബന്ധിച്ചൊരു ഓഡിഷൻ അയക്കുന്നു. ഒരു പക്ഷേ ജോണിയുടെ ഉള്ളിലെ പ്രതിഭയെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കണം. മ്യൂസിക് ബാൻഡ് ബാക്കി വെച്ച് ഒരുപാട് കടബാധ്യത ജോണിയുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. ഒരു അഭിനേതാവായി മാറിയാൽ തനിക്ക് നിഷ്പ്രയാസം അവയൊക്കെ വീട്ടാം എന്ന ചിന്ത അദ്ദേഹത്തെ പിന്തുണച്ചു. കൂടാതെ മികച്ച ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുമല്ലോ. ഓഡിഷനെത്തിയ ജോണിയുടെ രൂപവും സംസാര ശൈലിയുമെല്ലാം സംവിധായകൻ വെസ് ക്രാവണിനെ നന്നായി ബോധിച്ചു. അങ്ങനെ 1984 ജോണി ഡെപ്പ് ഒരു നടനായി മാറി. നൈറ്റ്മെയർ ഓൺ എൽം സ്ട്രീറ്റ് എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. ചിത്രം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും തന്റെ കരിയർ മാറി മറിഞ്ഞ് 1987 പുറത്തു വന്ന 21 ജംപ് സ്ട്രീറ്റ് എന്ന ടെലിവിഷൻ സീരീസിലൂടെയായിരുന്നു. ശേഷം പുറത്തു വന്ന ക്രൈ ബേബി, എഡ്വേർഡ് സിസർഹാൻഡ്സ്, ലിയനാർഡോ ഡി കാപ്രിയോയുടെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്ത വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്പ്, എഡ് വുഡ്, ഡെഡ് മാൻ, നിക്ക് ഓഫ് ടൈം, ഡോണി ബ്രാസ്കോ, സ്ലീപ്പി ഹോളോ തുടങ്ങിയ അനേക സിനിമകളിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. കടൽ കൊള്ളക്കാരൻ അഥവാ പൈററ്റ് എന്ന പേര് കേട്ടാൽ ഭൂരിഭാഗം സിനിമാ പ്രേമികളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു മുഖമായിരിക്കും. അതെ, ജാക്ക് സ്പാരോ, ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. ജോണി ഡെപ്പ് ചെയ്തു വെച്ച അത്ര മികവോടുകൂടി ലോകത്തെ ഏത് കൊടികെട്ടി നടൻ വന്ന് ചെയ്താലും പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ ഫിലിം സീരീസ് കണ്ട ഒരാൾക്കും അത് ജോണി ഡെപ്പ് ചെയ്തതിനേക്കാൾ മികച്ചതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര മികച്ച രീതിയിൽ അദ്ദേഹം ചെയ്ത് അനശ്വരമാക്കിയ കഥാപാത്രം. പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ ഫ്രാഞ്ചൈസ് കൊണ്ട് ഏറ്റവും അധികം ലാഭമുണ്ടായ വ്യക്തി ഒരു പക്ഷേ ജോണി ഡെപ്പ് ആയിരിക്കും. കാരണം തന്റെ കരിയറിനെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു അത്. ജാക്ക് സ്പാരോ എന്ന കടൽ കൊള്ളക്കാരൻ ജോണി ഡെപ്പ് എന്ന ഹോളിവുഡ് നടനേക്കാൾ പ്രശസ്തനായിരുന്നു. 2003 പുറത്തു വന്ന പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ ദ കേഴ്സ് ഓഫ് ബ്ലാക്ക് പേൾ എന്ന ചിത്രം അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും അധികം പ്രതിഫലമാകുന്ന നടനാക്കി മാറ്റി. ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയ്ക്ക് ലഭിച്ച സ്വീകാര്യതയാണ് സത്യത്തിൽ തുടർന്ന് പുറത്തിറങ്ങിയ 4 ചിത്രങ്ങൾക്ക് കാരണമായത്. അത്ര പ്രാധാന്യമില്ലാതിരുന്ന ഒരു സൈഡ് റോൾ ആയിരുന്ന ജാക്ക് സ്പാരോ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് ജോണി ഡെപ്പ് എന്ന നടന്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനും തികച്ചും വ്യത്യസ്തതയാർന്ന മാനറിസംസ് കൊണ്ടുവരാൻ കെൽപ്പുള്ള ജോണി ക്രിസ്റ്റഫർ ഡെപ്പിന്റെ അപ്കമിംഗ് മൂവീസിനായി കാത്തിരിക്കാം.